ഹലോ, സോ എല്ലാവർക്കും ഒരു കിടക്കാച്ചി വീട്ടിലേക്ക് സ്വാഗതം പറയും എൽഫി. വെൽക്കം. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, നമ്മളുടെ ലവ് സ്റ്റോറി. അല്ലെ, കുറച്ച് സാധനങ്ങൾ പല പല വീഡിയോയിൽ അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയായിരുന്നു. നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ആ കംപ്ലീറ്റ് ത്രൂ ഔട്ടുള്ള ഒരു സാധനം പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്ന് ക്യാമറ ഒക്കെ എടുത്ത് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് മാറ്റിയിട്ട്, പക്ഷേ ഈവനിങ് ആയപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. സോ ലെറ്റ്സ് വെൽക്കം ടു അവർ വെൽക്കം ടു അവർ ലവ് എന്തായിരുന്നു, ഇതിൻ്റെ പേരെന്തായിരുന്നു ബേബി നമ്മൾ ഈ പറയാൻ പോകുന്നതിൻ്റെ ലവ് സ്റ്റോറി. വെൽക്കം ടു അവർ ലവ് സ്റ്റോറി. സോ നമ്പർ 1, എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് പരിചയപ്പെട്ടത് എൽഫി പറയൂ. നീ പറ. നിന്റെ സൈഡ് നീ പറ. എൻ്റെ സൈഡും പറയാം. ഞാൻ പറയാം. സംഭവം എന്താ വെച്ചാൽ പബ്ജി കളിക്കുന്ന സമയത്ത് ഞാൻ വേറെ എവിടെയും പറഞ്ഞില്ല കേട്ടോ. പബ്ജി അന്ന് ഭയങ്കര അഡിക്റ്റ് ആയിട്ട് കയറി പോകുന്നൊരു സമയമായിരുന്നു, മനസ്സിലായല്ലേ? അപ്പോൾ കോവിഡ് ടൈമിൽ അപ്പോൾ ആ ഒരു സമയത്ത് എന്താ പറഞ്ഞാൽ അതിൽ അൽഫി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ കുട്ടി പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഞാനും വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ, ഗേൾസ് ഉണ്ടാകുമ്പോൾ അന്ന് ഗേൾസ് എല്ലാവരും പബ്ജിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കും, കുറേയൊക്കെ സംസാരിച്ച് കളിക്കും. പിന്നെ ഗസ്റ്റ് അക്കൗണ്ടിലൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഇടയ്ക്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കഴിയപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം ചോദിച്ച്, പബ്ജി കമ്പനി പറഞ്ഞാൽ വേറെ ലെവൽ കമ്പനിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ചോദിച്ച് അങ്ങനെ അവൾ ID തന്ന് ഞാനത് തപ്പിപ്പിടിച്ച് പോയപ്പം എല്ലാം പ്രൈവറ്റ് അക്കൗണ്ടാണ് ഈ അൽഫി എന്ന് പറഞ്ഞ അക്കൗണ്ടുകൾ. അപ്പം ഞാൻ എന്താ 2-3 അൽഫിക്ക് ഹായ് അയച്ച് കേസ് ഇൻ കേസ് യുനോ. അപ്പോൾ ഹായ് അയച്ചതിൽ അപ്പം അയച്ചിട്ടെങ്കിൽ എനിക്ക് അന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് എനിക്ക് എപ്പോഴാണ് എന്താണെന്ന് ഓർമ്മയില്ല കേട്ടോ, പെട്ടെന്നൊരു റിപ്ലൈ വന്ന് ഹായ് എന്ന് റിട്ടേൺ. അപ്പോൾ ആ ക്ലിക്ക് ചെയ്ത് പോയപ്പം പ്രൈവറ്റ് അക്കൗണ്ടാണ്. പക്ഷെ അതിൽ എന്താ പറയുക, അങ്ങനെയല്ല. നീയില്ലേ ലൈക്ക് എനിക്ക് ഹായ് മാത്രമല്ല അയച്ചേ, എന്തോ എനിക്ക് ഓർക്കുന്നില്ല, നീ എന്തോ എനിക്ക് ഹായുടെ കൂടെ എന്തോ വൃത്തിയേടൊന്നല്ല, ലൈക്ക് എന്തോ 100 എന്തോ കുറേ നാളായിട്ട് ചെറുപ്പം തൊട്ട് അറിയുന്ന ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന പോലെ ഹായ് ലൈക്ക് എങ്ങനെ എന്തോ ചോദിച്ചെന്തോ വരുന്നില്ല, അങ്ങനെ എന്തോ ലൈക്ക് അത് ഓൾറെഡി എനിക്കുള്ള അക്കൗണ്ടിൽ അധികം പേര് ഞാൻ ലൈക്ക് ഹായ് ഹൂ ഇസ് ദിസ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ഇംഗ്ലീഷ് ആയിരുന്നു കേസ്, മുടിഞ്ഞ ഇംഗ്ലീഷ്. അപ്പം തീവണ്ടിക്കാണല്ലോ കൊണ്ട് തല വെച്ചതുള്ളൊരു സംഭവമായിപ്പോയി. അങ്ങനെ ഞാൻ ഗെയിം കളിച്ച് വന്നില്ല, ഫ്രണ്ടില്ലായിരുന്നു പറഞ്ഞൊന്നും പിടി കിട്ടുന്നില്ല. അപ്പം ഞാൻ പിന്നെ അന്ന് നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പബ്ജി കളിക്കാറില്ല, ഞാൻ ഇതുവരെ പബ്ജി കളിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് പോലില്ല കേസ് ആ ഗെയിം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ പറഞ്ഞ് ലീവ് ചെയ്ത്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും വെറുതെ എന്താ പറയുക ഒരു ഹായ് ഒന്നും കൂടി അയച്ച്, പിന്നെ അവൾ അയച്ച്, പിന്നെ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് നിയർ കൊച്ചി എയർപോർട്ടിന് അടുത്താണ്. അപ്പോൾ പറഞ്ഞു ഞാനിവിടാണ്. എന്തൊരു യാദൃശികം അല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സംസാരിച്ച്, പിന്നെ കുറേ സംസാരിച്ചില്ല, ഇൻസ്റ്റാഗ്രാമിൽ കുറേ സംസാരിച്ചു. പക്ഷേ ഇതിൻ്റെ കോമഡി പാർട്ട് എന്താ വെച്ചാൽ, ഇവൾക്ക് ഞാൻ അൺബോക്സിംഗ് ആണ് യൂട്യൂബർ ആണെന്നുള്ളൊരു സാധനമൊന്നും അറിയില്ല. അത് എന്തുകൊണ്ടായിരുന്നു എനിക്കറിയാഞ്ഞത്? എനിക്കറിയില്ല. ഞാൻ ലൈക്ക് നീ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? ഞാൻ അങ്ങനെ അല്ല, ഞാൻ ആ 2017 നീ എടുക്കാറ് യൂട്യൂബിൽ ഇവള് അങ്ങനെ വീഡിയോ കാണാം, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണാറുണ്ടല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസ് അപ്പൊ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, നീ റീൽസ് ഇടലില്ലല്ലോ. ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്ത് റീൽസ്. നീ ടിക്ടോക്കും റീൽസും നീ ചെയ്യുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് എന്താ നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ ലൈക്ക് എന്തോ ലൈക്ക് നമ്മൾ കുറെ ഫോട്ടോസ് ആണെന്ന് അധികം അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ പറയാം, ലൈക്ക് നീ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് റിക്വസ്റ്റ് അയച്ചു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇതിന്റെ ഇടയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ നമ്മള് ലൈക്ക് അധികം ഇൻസ്റ്റാഗ്രാമിൽ നിന്നില്ല നമ്മൾ. ലൈക്ക് ആ ടൈമില് ലൈക്ക് കോവിഡിന്റെ ടൈം ആയതുകൊണ്ടും ഞാൻ കോളേജിലുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ ടച്ച് വിട്ടു. ലൈക്ക് ഞാൻ നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു കോവിഡിന്റെ ടൈമിൽ, നമുക്കൊന്നും ചെയ്യില്ല. എനിക്ക് പിന്നെ ലൈക്ക് ഓൺലൈനിൽ ക്ലാസ്സസ് ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം ലൈക്ക്
അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമുമാണ്. അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ മേടിച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ ചെയ്യലുണ്ടായില്ല. നീ എന്നെ ഫസ്റ്റ് ഞാൻ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തെന്ന് തോന്നുന്നു. അല്ല, വാട്സപ്പിൽ വീഡിയോ കോൾ ഒന്നും ചെയ്തല്ല, നീ എന്നെ കോൾ ചെയ്ത് ഒരു കോൾ ചെയ്തിട്ട് നമ്മള് 1.5 മണിക്കൂർ സംസാരിച്ചില്ലേ. അതെന്താ കോൾ ചെയ്യണത്? ലൈക്ക് ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചാൽ വൈകിട്ടോ രാത്രി ആയിരിക്കും. ലൈക്ക് നമ്മള് ഭയങ്കര ഡിലേ ഉണ്ടായിരുന്നു. ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യണോണ്ട് ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു അന്ന് റിപ്ലൈ ചെയ്തോണ്ട്. അപ്പോഴാണ് നീ എന്റെ നമ്പർ മേടിച്ച് നമ്മള് വിളിച്ചു ഫ്രീ ആയിട്ട്. ഞാൻ പറയാം, നീ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 5:30 ടൈമിൽ നീ എന്നെ വിളിക്കും. നമ്മൾ അപ്പോഴാണ് ഒരു വിളിച്ചപ്പോ ലൈക്ക് എനിക്ക് വിളിച്ചപ്പോഴായാലും ഒരു പുതിയതായിട്ട് മീറ്റ് ചെയ്ത ഒരാളായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നിയില്ല. ഞാൻ ഭയങ്കര ടോക്റ്റീവ് ആണ്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറെ ടോപ്പിക്സ് ഒക്കെ വരും എൻ്റെ കയ്യിൽ. ടോപ്പിക്സ് തീരാൻ നേരത്തെ പുതിയ ടോപ്പിക്സ് ഉണ്ടാക്കും കേസ്, എന്നിട്ട് സംസാരിക്കും. തീർന്നു അങ്ങനെ കുറെ കഷ്ടപ്പെട്ടു ആണ്. അല്ല പിന്നെന്താന്ന് പറഞ്ഞ ലാഗ്. അപ്പൊ നമ്മൾ എന്താന്ന് വരട്ടെ, ആ ഒരു സാധനം നമ്മുടെ ഇടയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെന്താ എന്നുള്ളൊരു സംസാരിക്കും. അങ്ങനെ നമ്മള് കുറെ സംസാരിച്ച് പിന്നെ ഇവിടെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുന്ന ഒരു ദിവസം ഇവിടെ എന്നെ കോൾ ചെയ്ത്, സാല് ഞാൻ നിന്റെ ആ ഒരു വഴിക്ക് വരുന്നുണ്ട്, അപ്പം മീറ്റ് ചെയ്യാം. അപ്പം ഓക്കെ, അങ്ങനെ ഞാനും കാർ എടുത്തിറങ്ങി അന്ന് മീറ്റ് ചെയ്ത്. പിന്നെ അവള് ഛർദ്ദിച്ച കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞാണല്ലോ, ഞാനൊന്ന് ഡ്രൈവ് ഒക്കെ ചെയ്ത് എൻ്റെ സ്കിൽസ് ഒക്കെ ഇംപ്രസ് ചെയ്യാൻ നോക്കി. പക്ഷെ ആയിപ്പോയി അന്നത്തെ ദിവസം കഴിഞ്ഞു. പക്ഷെ അന്നല്ലല്ലോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നോ, അവള് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എനിക്കൊരു മാച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ഫ്രണ്ട് ആയിരുന്നു. അതായത് അവള് ഇതിനു മുന്നും വേറൊരു എനിക്കുള്ള ഒരു ബോയ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലും അവള് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡേറ്റ് ചെയ്തൂടെ. അതുപോലെ തന്നെ ഞങ്ങള് അന്ന് മീറ്റ് ചെയ്ത് ഫസ്റ്റ് മീറ്റ് ആണെന്ന് അവൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങള് എന്തോ നമ്മള് കാരണം കുറെ ആയി നമ്മള് മീറ്റ് ചെയ്ത്, അതായത് ഫോണിലൂടെ സംസാരിച്ചു. ഒന്നാമത് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് അധികം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 5-6 മന്ത്സോളം നമ്മൾ ഫോണിലൂടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കോൾസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് നല്ലൊരു ലൈക്ക് എന്തോ ഒരു ചഡി ബഡ്ഡി നല്ലൊരു ഫ്രണ്ട് പോലെ നമ്മള്. അപ്പൊ അവള് ചോദിച്ചു നിങ്ങൾക്ക് ഡേറ്റ് ചെയ്തിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഡേറ്റ് കോമഡി നാണങ്ങടത്തല്ലോ. പക്ഷെ എനിക്ക് ഡേറ്റ് എന്താ അറിയില്ല ഗൈസ്. അപ്പൊ ഞാൻ പക്ഷെ അറിയുന്ന പോലെ നടിച്ച് ഇങ്ങനെ ഡേറ്റ് അല്ല കമ്മ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഐസിൽ വണ്ടി ഓടിച്ച്. എന്നിട്ട് ഞാനൊരു ദിവസം വയനാട്ടിലേക്ക് ട്രിപ്പ് പോയി വയനാടെത്തി. എന്നിട്ട് ഞാൻ നൈറ്റ് ഇവളെ കോൾ ചെയ്തപ്പം ഇവളെന്താ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് കോൾ എടുത്തില്ല. അങ്ങനെ ഒരു സാധനമായിരുന്നില്ലേ. നമ്മൾ കോൾ എടുക്കണേന്റെ ഇടയിൽ ഞാൻ പോകുന്നത് ഞാൻ ഇനി വിളിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞേനെ. നീ ട്രിപ്പ് പോയതല്ലേ, ട്രിപ്പ് എൻജോയ്, ഞാൻ വിളിക്കാനൊന്നും പോയില്ല, നീ നാട്ടിൽ വന്നിട്ട് വിളിക്കും അങ്ങനെ പറഞ്ഞിട്ടാണ് കട്ട് ചെയ്ത്. അപ്പം തകർന്നു പോയി, എൻ്റെ ഹൃദയം തകർന്നു പോയി. അന്ന് എനിക്ക് എന്നിട്ട് ചെറിയ ടെൻഷനൊക്കെ അടിച്ചിട്ട് കണ്ണെന്നൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി സംതിങ് ഫിഷി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എന്താ ഞാൻ അന്ന് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അങ്ങനെ ഇൻസിഡന്റ് നടന്നെന്ന് ഓർമ്മയുണ്ട്. ഇവളെ ഫ്രണ്ടിനെ വിളിച്ച് ബിന്ദുവിനോട് ഞാൻ ചോദിച്ച്, അൽഫി ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് എന്താ പറയാ നീ അന്ന് പറഞ്ഞില്ല ഡേറ്റ് ചെയ്യാന്നൊരു സാധനം പറഞ്ഞില്ല കാറിന്, അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് സാലി ഏത് തരം ഡേറ്റ് ആണ് സാലി നോക്കുന്നത്, ഒരുപാട് ഡേറ്റ് ഉണ്ട്, ബി സ്പെസിഫിക്. അപ്പം ഇതെന്താ വല്ല ഇവന്റ് മാനേജ്മെന്റിനാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. സാലി ഏത് ഡേറ്റ് അതല്ല എനിക്കിങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാനും മീറ്റ് ചെയ്യാനും ഒക്കെ എന്താണ് ഡേറ്റ്. അവൾ എന്നിട്ട് എനിക്ക് ക്ലാസ് എടുത്തുന്ന കേസ്, ഒരു ഡേറ്റ് കാഷ്വൽ ഡേറ്റ്, മറ്റേ ഡേറ്റ് മറിച്ച് ഒരുപാട് ഡേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് മെസ്സേജ് അയച്ച ഉടനെ എനിക്ക് മെസ്സേജ് സ്പോട്ടിൽ ഞാൻ ഡേറ്റ് കൺഫേം ചെയ്ത് ഈ കാഷ്വൽ ഡേറ്റ്. അങ്ങനെയല്ല, ബിന്ദുവിനോട് ഇങ്ങനെ സംസാരിച്ചു, ബിന്ദു ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് കുഞ്ഞുവിനോടും പോയി ചോദിച്ചു. അപ്പൊ കുഞ്ഞും പറഞ്ഞു കൊടുത്തു ഇതൊക്കെ എൻ്റെ അടുത്തും വന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ ഇവളോട് പറഞ്ഞു എന്ത് അൽഫി എനിക്ക് ഡേറ്റ് ചെയ്യണം. അങ്ങനെയല്ല പറഞ്ഞേ, നിനക്ക് സാലി ദിസ് ഈസ് അവർ ലവ് സ്റ്റോറി, യു ഡോണ്ട് റിമെമ്പർ എനിത്തിങ്. നീ അങ്ങനെയല്ല, നമുക്ക് ഡേറ്റ് ചെയ്താലോ. അങ്ങനെയല്ല, നീ എന്തോ 10 ഡേയ്സിനൊക്കെ ട്രിപ്പ് പോയത്. അപ്പൊ 3-4 ദിവസമായിട്ട്. അപ്പൊ നീ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി എനിക്ക് നിന്നെ മിസ് ചെയ്യണു, ലൈക്ക് എന്താന്നറിയില്ല, എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല.
അങ്ങനത്തെ രീതിയിലാണ് നീ എന്നോട് സംസാരിച്ചേ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന്. അതിനു മുന്നേ അപ്പൊ ഞാനും പറഞ്ഞു സംതിങ് ഇസ് ദർ, സംതിങ് ഉണ്ടെന്ന് ഞാനും പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന്. ഞാനൊന്ന് ചുരുക്കിയതാണ്. അപ്പൊ എന്റെ മേലെ കയറി സംസാരിക്കുന്നു ലിപ്സ്റ്റിക് ആയ കുറിപ്പേ. അല്ല ഞാനും അങ്ങനെ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന്. അപ്പൊ അവള് പറഞ്ഞേ സാലി ഡേറ്റ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ചുമ്മാ ഫണ്ണായിട്ടില്ലേ അങ്ങനെ പെട്ട് കാഷ്വലി ലൈക്ക് ഇങ്ങനെ ഓക്കെ. ഞാൻ എന്ത് ഇപ്പൊ ഒരാളായിട്ട് കമ്മിറ്റഡ് ആയിട്ട്, അതായത് ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഏതൊരു കൈൻഡ് ഓഫ് ഇതാണെങ്കിലും ഞാൻ അതിന് വാല്യൂ, അതായത് ഹ്യൂമൻസ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ലൈക്ക് എല്ലാത്തിനും ഞാൻ അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുക്കും. ഞാൻ ഒരുപാട് എല്ലാവരും ആയിട്ട് ഇങ്ങനെ നടന്ന് കമ്പനി അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. അപ്പോൾ ലൈഫിൽ കുറച്ച് പേരുള്ളൂ, അവർക്ക് ഞാൻ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ഞാൻ ഭയങ്കര വില കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇവനോട് അതാ പറഞ്ഞത്. ലൈക്ക് പക്ഷെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഓ മൈ ഗോഡ്, വൺ ഓഫ് ദി ഹെവൻ ഡേയ്സ്. അപ്പം നല്ല ശരിക്കും പറഞ്ഞു. ഇപ്പം നല്ല നല്ല സുഖജീവിതമാണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം എങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് ലാസ്റ്റ് പറയാം. അങ്ങനെ ഡേറ്റിംഗ് ലൈഫ് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഇവള് ബർത്ത്ഡേ സെയിം മാർച്ച് 12 മാർച്ച് 18. മാർച്ച് 12 അല്ലേ? ഓക്കെ. അപ്പം ആദ്യം ഇവളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവളെ ബർത്ത്ഡേ എനിക്ക് നല്ല രീതിയിൽ ആഘോഷിക്കണുണ്ടായിരുന്നു. സോ ഞാൻ ഇവളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു. നമ്മൾ കെൻറ്റ് ബേവാച്ചിലൊരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ട് വിളിച്ചു. നമ്മുടെ ആനിവേഴ്സറി എന്നാ? ഞാൻ പറയട്ടെ ബേബി, നമ്മുടെ ആനിവേഴ്സറി ഓർത്തത്. ഞാൻ ഇവിടെ ബർത്ത്ഡേന്റെ കാര്യം പറയുകയാണ്. ഡേറ്റ്സ് ആണ് ഞാൻ ചോദിച്ചത്. എന്നാണ് ആനിവേഴ്സറി ബേബി? നമ്മളുടെ ആനിവേഴ്സറി എന്താന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് പല ഇതെല്ലാം മാല, ഇത് ബർത്ത്ഡേ ആണല്ലേ ഈ മാല. ഞാന് ആനിവേഴ്സറി എപ്പോഴും മറന്നു പോകും. അപ്പൊ വേറൊരു സെയിം മാലയില് ഞാനിവിടെ ആനിവേഴ്സറി ഡേറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. സെപ്റ്റംബർ ഡേറ്റ് സെപ്റ്റംബർ 28. എനിക്ക് സെപ്റ്റംബർ 5, സെപ്റ്റംബർ 7, സെപ്റ്റംബർ 17. അൽഫിൻക്ക് പറയും പെട്ടെന്ന് ഈ ക്യാമറ ഓൺ ആക്കുമ്പോൾ കിട്ടായി. ഫസ്റ്റ് വീക്കാണ് സെപ്റ്റംബർ 5, സെപ്റ്റംബർ 7, സെപ്റ്റംബർ 5, സെപ്റ്റംബർ 3 കൺഫേം. പറ അൽഫി. സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 വീക്കെൻഡ്. കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക, ഡേയ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമാണല്ലേ. ഇപ്പൊ നിന്റെ ബർത്ത്ഡേ 18th ആണ്. അപ്പൊ നമ്മള് നിന്റെ ബർത്ത്ഡേ 18th പകരം അയ്യോ സെപ്റ്റംബർ 3 നീ അതാണ് ഞാൻ നോക്കിയത്. ഞാൻ പറഞ്ഞു നമ്മള് ക്യാമറ ഓൺ ആക്കുമ്പോ ചില കാര്യങ്ങൾ നീ വേണ്ട നിനക്ക് തീരെ ഓർമ്മയില്ല. ഞാൻ സെപ്റ്റംബർ 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം മാറിപ്പോയി. അങ്ങനെയാണ് ഞാൻ 5 പറഞ്ഞല്ലോ. 5, 3 വല്ല ഡിഫറൻസ് ഉണ്ട്, ഒരു ദിവസം ഡിഫറൻസ് അല്ലല്ലോ. നീ പോടാ. അപ്പൊ ഓക്കെ, ഇവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മളെ സ്റ്റോറി എന്തായിരുന്നു ഓർക്കുന്നില്ല അല്ലേ? ഭയങ്കര ക്ലംസി ആയി പോയല്ലേ നമ്മള്. അതെ, ക്ലംസി ആയി പോയി. ഞാൻ ക്ലാരിറ്റി എടുത്ത് തരാം. ഇവളുടെ ബർത്ത്ഡേ ഞങ്ങൾ നല്ല അടിപൊളി സെലിബ്രേറ്റ് ചെയ്തു. ഇവൾക്ക് കിടുക്കാജ് ഗിഫ്റ്റ്, ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക്, അതായത് ഇവളുടെ മേക്കപ്പ് ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞാൻ ആ സെയിം രീതിയിലുള്ള മേക്കപ്പ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഇത് പറയുമ്പോൾ കാണാം, പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ആഡ് ചെയ്യാം. ഞങ്ങളെല്ലാം അടിപൊളിയായിട്ട്. എനിക്കൊരു കാര്യം അതിൻ്റെ കൂടെ ആഡ്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഉള്ള എൻ്റെ ലൈഫിൽ ഞാൻ ബർത്ത്ഡേസ് സെലിബ്രേറ്റേ ചെയ്തിട്ടില്ല. ഇവനൊരു കേക്ക് പോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അന്നാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? അടിപൊളിയായിരുന്നു. ഞാൻ എക്സ്പെക്റ്റേ ചെയ്തില്ല. ലൈക്ക് അന്ന് നമ്മുടെ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഞങ്ങൾ 3 ഗേളീസും പിന്നെ കുറച്ച് ഇവൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മളൊരു 9 അത്ര ഒരു ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു. ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നാട്ടിൽ ഒരുമിച്ചുണ്ടായ ഒരു ടൈമായിരുന്നു. ഇപ്പൊ അവരെല്ലാവരും വേറെ സ്ഥലത്താണ്, സെപ്പറേറ്റഡ് ആണ്. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഇവനത് ലൈക്ക് എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്ത് എല്ലാവരും ഉണ്ടാവും എന്ന് ഞാൻ കരുതിയില്ല. എല്ലാവരും വന്ന് അടിച്ചു പൊളിച്ച് അത് കഴിഞ്ഞ് ഒരാഴ്ച ഇല്ല, ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത്ഡേ
ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു കിടുക്കാഴ്ച സർപ്രൈസിങ് ബർത്ത്ഡേ എനിക്ക് കിട്ടിയിട്ടില്ല. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പല പല ഘട്ടങ്ങളിലായിരുന്നു സർപ്രൈസ്. മനസ്സിലായില്ലേ? എടി ആദ്യത്തെ സർപ്രൈസ് എനിക്ക് മറന്നു. ആദ്യം ഞാൻ കാറിൽ കയറി ആദ്യം എനിക്ക് ഫ്ലവർ, ആദ്യം എനിക്ക് ഞാൻ പറയാം നിന്റെ ബർത്ത്ഡേ ഞാൻ എങ്ങനെയാ പ്ലാൻ ചെയ്യും. എൻ്റെ ബർത്ത്ഡേ ലൈക്ക് എന്താ, നമ്മുടെ ഫ്രണ്ടിൻ്റെ ലൈക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഫ്ലാറ്റിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ. നിന്റെ ബർത്ത്ഡേ നമ്മൾ ഇവിടെ പോയി എന്താ ഞാൻ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ഇനി നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ പനമ്പള്ളിയിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്, ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട്, അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഫ്ലവർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്വിഗ്ഗിയിലെ ചേട്ടനെ പറഞ്ഞിട്ടിട്ട് ചേട്ടൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഫ്ലവർ കൊണ്ടുവന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഫ്ലവർ കൊണ്ടുവന്നു. ആ ഫ്ലവറും പിടിച്ചിട്ടുള്ള ഫോട്ടോ നീ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ആണ് ഫസ്റ്റ് സർപ്രൈസ്. പിന്നെ കാറിൽ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ലൈക്ക് ഇനി ബർത്ത്ഡേ ആയിട്ട്, കാരണം അവൻ എൻ്റെ ബർത്ത്ഡേ അത്ര ഗ്രാൻഡായിട്ട് അന്ന് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചിരുന്ന മേക്കപ്പ് ബ്രഷസ്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കുറേ ഇതുപോലെ കുറേ കുട്ടി ഗിഫ്റ്റ്സ് തന്നിരുന്നു. അപ്പം ഇവന് ഞാൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇവൻ ഡൗട്ട് അടിക്കൂലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ നമ്മുടെ മറ്റേ എസ് പോലത്തെ സാധനം ഇവൻ്റെ പേര് അതിനകത്ത് എൻ്റെ നെയിം ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ സൈഡിൽ ഇങ്ങനെ ലൈറ്റ് കത്തിച്ച് വെക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം ഗിഫ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ഫോട്ടോച്ചിക്ക് പോകുന്ന വഴി ഒരു വാക്ക് വേ ഉണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ കാറിൻ്റെ ഡിക്കിയിൽ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവന്മാർ കാറിൽ ഇവന് ഹീലിയം ബലൂൺസ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഇവന് ഹീലിയം ബലൂൺസ് കുറേ തപ്പിയിട്ട് ഇവന് കിട്ടിയില്ല. അപ്പോൾ ലൈക്ക് ഞാൻ ചോദിച്ചു ഓക്കെ ഇവൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് ഹീലിയം ബലൂൺസ് വെച്ചിട്ട് കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഒരു രീതിയിൽ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ബലൂണ് സെറ്റ് ചെയ്യാൻ അവിടെ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ ഇവന് ലൈക്ക് ഒരുപാട് ഡൗട്ട് അടിക്കേണ്ടതെന്ന് എഴുതി ഫോട്ടോച്ചിൽ നമ്മൾ ഓൾറെഡി പോകാനായിട്ട് ഞാൻ പ്ലാന് സെറ്റ് ചെയ്തു ഇവനെ കൊണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് വരുന്നില്ല എന്ന് ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അവർ തിരിച്ച് നാട്ടിൽ പോയി അങ്ങനത്തെയൊക്കെ കുറച്ച് കളത്തരം പറഞ്ഞപ്പോൾ ഇവൻ വിഷമിച്ചു. കാരണം ഒരാഴ്ച മുന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ തിരിച്ചു പോയി, അയ്യോ ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. ഇവൻ ഭയങ്കര ഡള്ളായിരുന്നു അന്ന്. എന്നിട്ട് എന്നെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കാം എന്റെ ബർത്ത്ഡേക്ക് വേറെ നട്ടുച്ചയ്ക്ക് ആ ഫോട്ടോച്ചിലേക്ക് പോകുമ്പോൾ ഡിലേ വന്നതുകൊണ്ട് നമ്മൾ ഫോട്ടോച്ചിക്ക് പോകുന്നതിന് മുന്നേ അവിടെ ഒരു വാക്ക് വേ ഉണ്ട്. 2 മണി ആ സമയത്ത് വാക്ക് വേയിലൂടെ വെയിലത്ത് അല്ലെങ്കിൽ വേറെന്തോ പ്രശ്നമുണ്ട് അങ്ങനെ ആലോചിക്കുക എന്ത് പറ്റിയെന്ന്. അപ്പൊ പെട്ടെന്നൊരു കാറ് കേസ് എന്റെ ഫ്രണ്ടിന്റെ. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട് പറഞ്ഞേ. അപ്പൊ എന്നെ കാർ അവിടെ നിർത്തിട്ടോ, കാർ നിർത്തി. അപ്പം ഞാൻ വിളിക്കുന്ന കാറിലെ കേൾക്കില്ലല്ലോ, അപ്പൊ എന്നെ കണ്ടിട്ട് നിർത്തിയിരിക്കുന്നത്. നിർത്തി അങ്ങോട്ട് പോയപ്പോ ഇവരെല്ലാ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു വരുന്നത്. അപ്പൊ എല്ലാരും വന്നെന്ന് വെച്ച് അപ്പോഴും ഇതിന്റെ ബാക്കിൽ കേക്കൊന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അവര് ഓപ്പണാക്കി കേക്ക് എടുത്ത് കട്ടൊക്കെ ആദ്യം ഹീലിയം ബലൂൺ അങ്ങനെ എന്തോ പറഞ്ഞു. അതെ എന്നിട്ട് ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ കഴിച്ചു കേക്ക്. ഇവൾക്ക് കൊടുക്കാൻ മറന്നു. എന്നിട്ട് വേറെ എനിക്കല്ല കേക്ക് കട്ട് ചെയ്ത് തന്നത്, പിന്നെ കൊടുത്തത് വേറെ ഫ്രണ്ടിന്. മറന്നുപോയി. പക്ഷെ ഒരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിഷമമായി. പക്ഷെ ഞാൻ വേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിഭവം കാണിച്ചു. അതെ. പിന്നെ അവിടുന്ന് കാറ് കയറി പിന്നെ ഞങ്ങള് പോയി എന്താ പറയാ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കുറെ ഗിഫ്റ്റുകൾ തന്നു. ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോ ലൈക്ക് വീണ്ടും നമ്മള് എന്താ അപ്പോഴാണ് ബാക്കിയുള്ള ഗിഫ്റ്റ്സ്. അന്ന് ഇതുപോലെ ജാക്കറ്റ്. പിന്നെ ഇവന്റെ ബർത്ത്ഡേയുടെ 2-3 ഡേയ്സ് മുന്നേ ഇവനൊരു ചപ്പൽ മേടിച്ചു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ചപ്പൽ. അത് ബർത്ത്ഡേയുടെ ഒരു മേടിച്ച് നെക്സ്റ്റ് ഡേ പട്ടി കടിച്ചു, അത് ഇതാക്കി. അപ്പോൾ ലൈക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാനന്ന് സഞ്ജയുടെയും നമ്മുടെ കോപ്റ്ററുടെയും കൂടെ പോയിട്ട് ഞാൻ ആ ചപ്പല് തന്നെ നോക്കി മേടിച്ച് അതും കൂടെ ബർത്ത്ഡേ ഗിഫ്റ്റിൽ ആഡ് ചെയ്തു. ഞാനൊന്ന് കിളിപോയി. ഇതൊക്കെ ഇങ്ങനെ സാധിച്ചു. ആ വീഡിയോ എനിക്ക് തോന്നുന്നത് നീ യൂട്യൂബിൽ ഇട്ടുന്ന ആ വീഡിയോ ആണോ? എനിക്ക് ഓർമ്മയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ആ വീഡിയോ നീ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഈ 2 ബർത്ത്ഡേ നമ്മുടെ ലൈഫിൽ ഏറ്റവും അടിപൊളിയായി നടന്ന ബർത്ത്ഡേ.
അതായത് എല്ലാവരും ഉണ്ടായതുകൊണ്ട്. അതിനുശേഷം പിന്നെ കുറെ എപ്പോഴും പിന്നെ നമ്മള് മാത്രം എല്ലാവർക്കും എപ്പോഴും പറയാം. പിന്നെ നമ്മളെ ആനിവേഴ്സറി പിന്നെ ബർത്ത്ഡേ ഒക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇങ്ങനെ ആഘോഷിച്ച് ഇങ്ങനെ നമ്മളെല്ലാം ലൈക്ക് ഈവൻ അത് മാത്രമേ നമ്മൾ അത്ര ഗ്രാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ട്, കാരണം ഫസ്റ്റ് ബർത്ത്ഡേ നമുക്ക് എപ്പോഴും മെമ്മറബിൾ ആവണമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ അതെ 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 സാധനം വന്നത്. നമ്മൾ എപ്പോഴും പറയും, കാരണം അതിൽ പിന്നെ എല്ലാവരും ലൈക്ക് പുറത്തേക്ക് പോയി ലൈക്ക് പിന്നെ നമ്മൾ എന്ത് ചെറിയ സാധനം അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യൂലേ, നമ്മളെല്ലാം എല്ലാത്തിനും നമ്മൾ അതിൻ്റെതായ വാല്യൂ കൊടുക്കുന്നത്. ഇപ്പോൾ ബർത്ത്ഡേ ആയാലും മറ്റെന്താ പറയാ ആനിവേഴ്സറി ആയാലും. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് വീട് മാറി ഈ വീട്ടിലെത്തി ഈ ബെഡിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇവളെ പ്രപ്പോസ് ചെയ്തത്. ഓർമ്മ ഉണ്ടോ വീഡിയോ കോളിൽ? അങ്ങനെ പറയാം. ഞാനിങ്ങനെ ആലോചിക്കും ഈ ബെഡിലിരുന്ന് പ്രപ്പോസ് ചെയ്തു. ഞാനിങ്ങനെ കടന്നിട്ട് ഇവിടെ വീഡിയോ കോൾ ചെയ്യായിരുന്നു. അപ്പം അവളെ പെട്ടെന്ന് ഞാൻ ഫോൺ ഇവിടെ വെച്ച് എന്നിട്ട് ഞാൻ ടീഷർട്ട് പോലും ഇട്ടില്ല, ഞാൻ ഓടിപ്പോയി അപ്പുറത്ത് നിന്നിട്ട് വില്യു മേരിമി എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തു. ഈ ബെഡിലല്ല, നീ പഴയ വീട്ടിലെ ഹൗസ് വാമിങ്ങിന് മുന്നാണ്. കാരണം ബോർഡായിരുന്നു. ഞാൻ ഇവിടെ കടന്നിട്ട് പ്രപ്പോസ് ചെയ്ത് എനിക്ക് ഓർമ്മല്ലേ? ഞാൻ മറന്ന് കറന്നിട്ടൊക്കെ ഫോണും പിടിച്ചിട്ട് സെപ്റ്റംബർ ആണ് ഇവിടെ. ഇതിപ്പോ 3 വർഷമായില്ലേ വീട് എടുത്തിട്ട്. അങ്ങനെ പിന്നെ നമ്മളെന്താ ചെയ്ത് എനിക്ക് ഒരു പുതിയ ചാപ്റ്റർ, ഇതുവരെ ഡേറ്റിംഗ് ആണല്ലോ, പിന്നെ ലൈഫ് വേറൊരു ഘട്ടം സീരിയസ് തിങ്ങിലേക്ക് കടന്ന് പിന്നെ ഞങ്ങൾ മാരേജിനെ കുറിച്ചൊക്കെ പിന്നാണ് നമ്മളിലെ മാരേജിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ശരി. നീ എനിക്ക് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാരേജിനെ പറ്റി നമ്മൾ പിന്നെ അതന്നെ നമ്മൾ തമ്മിൽ ഒരു ഡിസഗ്രിമെന്റ് ആണല്ലോ സാലി മൊത്തം. അതല്ല പറഞ്ഞത്, എല്ലാ ഡീറ്റെയിൽ ആയി പറഞ്ഞല്ലോ. പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ പിന്നെ കൊറേ നാളായ പോലെ, ഇതൊക്കെ പണ്ട് നടന്ന പോലെ അല്ലേ എല്ലാം. നമ്മ പിന്നെ കൊറേ ഇങ്ങനെ ഇത് പിന്നെ ഫാമിലി അറിഞ്ഞ് അപ്പം വലിയൊരു സ്ഫോടനം സംഭവിച്ചു. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു പോലും കരുതിയില്ല. നമ്മളിത് ലൈക്ക് എന്താ ഫാമിലി നമുക്ക് തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ലേ അപ്പൊ ഞങ്ങളും കൊള്ളാലോ. അപ്പൊ ഞാൻ അൽഫി അപ്പൊ നമ്മൾ കല്യാണം കഴിക്കാൻ പോവാ, ഇറ്റ് ഈസ് റിയലി ഹാപ്പനിങ്. അപ്പൊ അൽഫി അതേ സാലി അതെ എല്ലാം പെട്ടെന്നായി പോയി. നമ്മള് ഈ മാരേജ് ഫിക്സ് ആവുന്നവരെ ഈ ഒരു കല്യാണത്തിന് മുമ്പ് ഉള്ളൊരു 3 മാസം മുന്നേ വരെ നമ്മൾ കരുതിയിട്ടില്ല കല്യാണം നടക്കൂന്ന് പോലും. എല്ലാം വളരെ ക്വിക്കായിരുന്നു, പെട്ടെന്നായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ. മാരേജ് പ്ലാനിങ് നമുക്ക് മാരേജ് പ്ലാനിങ് പറയണ്ട, എനിക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് മാരേജ് പ്ലാനിങ്. കാരണം ഡ്രസ്സിന് വേണ്ടി എത്ര നടന്നു, എന്തൊക്കെ നടന്നു. നോ മാരേജ് പ്ലാനിങ്, വി ഓൺലി അബൌട്ട് അവർ സ്റ്റോറി. ഇപ്പം അങ്ങനെ കാണുന്നത്. ഇപ്പം നമ്മളെ ഹാപ്പി ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അയ്യോ വയ്യ ഇരുന്നിരുന്ന് പാട്ട് വേണം, ഇനി പിന്നെ പറയാൻ ബാക്കി കാലം തോന്നിപ്പോയി കോപ്പ്. അങ്ങനെ കുറേ കാലം ചുറ്റി കറങ്ങി കല്യാണമായി. ഇപ്പം ഹണിമൂൺ ഇനി പോകണമല്ലേ, നമുക്ക് പോകണം അല്ലേ? നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട് കേസ് ഹണിമൂൺ നല്ലൊരു സ്ഥലത്തേക്കല്ലേ. പക്ഷെ ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ലൈക്ക് എന്താ പറയുക, നമുക്ക് ഈ ബാലി അങ്ങനത്തെ സ്ഥലങ്ങളോട് വലിയ വൈബില്ല. കടല് അത് സാധനം, കാരണം പെട്ടെന്ന് ബോറടിക്കും ഒന്നും കാണാം. അപ്പോൾ കുറച്ചുകൂടെ ആക്ടിവിറ്റി അല്ലേ, ഫുഡ് ആയാലും അങ്ങനത്തെ കുറേ ആക്ടിവിറ്റി ഒക്കെ സ്ഥലത്ത് നമ്മൾ ഹണിമൂണ് പോകണം. കുറച്ച് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇപ്പം ഒന്ന് ഹണിമൂണ് പോയി വന്നിട്ട് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ്, 4 പേരായിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. നമുക്ക് അടിച്ചു പൊളിക്കണം. ഹണിമൂൺ കഴിഞ്ഞിട്ടില്ല, ഹണിമൂൺ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ ബൈ.